ഹലോ ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു അപ്പോളജിയോടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഗീവ് അവേ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തു. അതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നറുക്കെടുപ്പൊക്കെ എടുത്തിട്ട് അതിൻ്റെ റിസൾട്ടൊക്കെ പബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞു പോയി. അപ്പോൾ അതിന് ഒരു അപ്പോളജി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ UK നിന്ന് നാട്ടിലേക്ക് വന്നതിന് ശേഷം ഇപ്പോൾ ഏകദേശം ഒരു മാസത്തോളമായി. വന്ന ഒരു സെക്കൻഡ് ഡേയിൽ ഞാൻ എൻ്റെ ഒരു ട്വിന്നിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതാണ്. അതിനുശേഷം 2 പേർക്കും മാറി 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 അസുഖങ്ങളായിട്ട് ഹോസ്പിറ്റലിൽ നമ്മളൊരു 5 ഡേയ്സ് കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇവർക്ക് വയ്യാതായി. എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ഔട്ടായിപ്പോയി. അങ്ങനെ അവരുടെ ഒരു പുറകെ ഓടിപ്പോയി. ഈ ഒരു കാര്യത്തിൽ എനിക്ക് നടന്നില്ല. ഞാൻ UK തന്നെ ആദ്യം വീഡിയോ എടുത്തിട്ട് വരണമെന്ന് വിചാരിച്ചാണ് ഇതിൻ്റെ ഒരു ലോട്ടൊക്കെ എടുത്തിട്ട് വരണമെന്ന്. പക്ഷേ അന്ന് ഒരാളുടെ തിരക്കിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അടുപ്പിക്കാനുണ്ടായിരുന്നു. അതിൻ്റെ തിരക്കിൽ ഇതൊന്നും നടന്നില്ല. ഇന്ന് നാട്ടിൽ വന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. നാട്ടിൽ വരുമ്പോൾ കുറച്ചുകൂടി ഫ്രീ ആവുമല്ലോ, ഇവിടെ ആകുമ്പോൾ കുറച്ചുകൂടി ആൾക്കാരുണ്ട് ഹെൽപ്പ് ചെയ്യാനൊക്കെ എന്നൊക്കെ വിചാരിച്ച് വന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ബേബീസ് ആകെ സിക്കായി. ഇല്ലായി കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക, എൻ്റെ ഒരു ട്വിന്നാണെങ്കിൽ വേറെ ആരുടെയും കൂടെ പോയില്ല, ആരുടെ അടുത്തൊന്നും പാൽ കുടിക്കില്ല, ഒന്നും ചെയ്യില്ല. അപ്പോൾ എല്ലാത്തിനും ഞാൻ തന്നെ വേണം. മറ്റേ ആളാണെങ്കിലും അപ്പോൾ നമുക്ക് ഒരാൾ മാത്രം 2 പേരെയും കൺസിഡർ ചെയ്യണം, 2 പേർക്കും വയ്യാതിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഇത് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇന്ന് ഞാൻ എന്തെങ്കിലും ആവട്ടെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മുമ്പ് ഞാൻ എൻ്റെ ഡ്രസ്സ് ഔട്ട്ഫിറ്റ് ഒന്ന് കാണിക്കാവേ. കൊള്ളാവോ? എൻ്റെ നല്ലല്ലേ? അപ്പോൾ ഇത് ആക്ച്വലി എൻ്റെ മമ്മിയുടെ കുർത്ത ബോട്ടംസാണ്, കുർത്തയും ബോട്ടുമാണ്. അത് എനിക്ക് വെച്ച് തയ്ച്ച പോലെ ഇരിക്കുന്നു. ഞാൻ വന്നപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു, എടുത്ത് വെക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേ എണ്ണമൊന്നും ഞാൻ പാക്ക് ചെയ്തില്ല, മറന്നുപോയി. പിന്നെ കുറേ എണ്ണം എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ എല്ലാ പെട്ടികളും നമ്മൾ ഇതുവരെ 100% അൺപാക്ക് ചെയ്തിട്ടില്ല. അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ, അതായത് ബേബീസിന് കൊണ്ടുവന്ന പാല്, അവരുടെ ഡയപ്പേഴ്സ്, അങ്ങനത്തെ സാധനങ്ങളും, പിന്നെ അത്യാവശ്യം വേണ്ടുന്ന ഡ്രസ്സൊക്കെ നമ്മൾ അൺപാക്ക് ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇപ്പോഴും അൺപാക്ക് പോലും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെയാണ് എന്താണെന്ന് അറിയില്ല. അപ്പോൾ മമ്മിയുടെ ഡ്രസ്സാണ്. അപ്പോൾ ഇങ്ങനെയുണ്ട്, എനിക്ക് നന്നായിട്ട് വെച്ച് തയ്ച്ചു പോലെ ഇരിക്കുന്നത്. ഞാൻ അതിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിപ്പം ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാനായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുടെ അടുത്ത് ഒരു അപ്പോളജിയൊക്കെ പറഞ്ഞ് ഈ വീഡിയോ ഒന്ന് തുടങ്ങി വെക്കാമെന്ന്. അപ്പോൾ ഞാനിവിടെ പേരൊക്കെ എഴുതി അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് കുലുക്കാനൊരു ഭരണി വേണം. ആ ഭരണി കിട്ടിക്കഴിഞ്ഞാൽ കുലുക്കിയിട്ട് ഞാൻ 2 പേരെ ചൂസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി എല്ലാവർക്കും തന്നെ ഒരുപാടധികം പാർട്ടിസിപ്പൻസ് ഒന്നും നമ്മുടെ ഗിവ് അവേക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും തരാമെന്ന് ചോദിക്കുമ്പോൾ എല്ലാവർക്കും തരണം തന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഇത് ഔട്ട് ഓഫ് ദ പോക്കറ്റ് ഞാൻ പേ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാവർക്കും തരാനായിട്ടുള്ള പറ്റത്തില്ല. ഓഫ് കോഴ്സ് ഞാനിപ്പോൾ വർക്കും ചെയ്യുന്നില്ല, മെറ്റേണിറ്റി ലീവിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൈനാൻഷ്യലി നമ്മൾ കുറച്ച് ടൈറ്റായിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ടൈറ്റായിട്ട് ഇരിക്കേണ്ട ഒരു സമയമാണ്. എൻ്റെ ഒട്ടക്കൈയാണ്, എൻ്റെ കയ്യിലൊന്നും ഇരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും തരാൻ പറ്റില്ല. ഞാനതുകൊണ്ട് 2 പേരെ ചൂസ് ചെയ്യുന്നുണ്ട്. 2 പേർക്കാണ് തരുന്നത്. എൻ്റെ ബേബീസിനെ കൊണ്ട് നിന്നിട്ട് ഈ ഒരു വീഡിയോ ചെയ്യണമെന്നൊക്കെയായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അവരെയും കൊണ്ട് ഇത് ചെയ്യാനായിട്ട് പറ്റുന്നൊരു കണ്ടീഷനല്ല. അവർക്ക് അത്ര അവർ ഓക്കെ ആയിട്ടില്ല ഇതുവരെ. സൂൺ അവർ ഓക്കെ ആയി വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബെറ്ററായിക്കൊണ്ടിരിക്കുന്നു. ബെറ്ററായി നല്ലപോലെ പഴയതുപോലെ ആകും സൂൺ തന്നെ ആകും എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളെ വെയിറ്റ് ചെയ്യിക്കുന്ന നെസസറി ഒരുപാട് വെയിറ്റ് ചെയ്യിപ്പിക്കുന്നതിൽ കാര്യമില്ലല്ലോ. കാരണം ഇത് ടൈം കഴിയുന്തോറും ഇതിൻ്റെ യൂസേജും കുറഞ്ഞു പോകും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് ഏറ്റവും യൂസ് ആവുന്നത് ഫസ്റ്റ് 3 months ആണ്. ന്യൂ ബോൺ ടു 3 months ആണ്. പക്ഷേ ഞാൻ മാക്സിമം ഒരു 6 months വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ വാങ്ങിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാ കാര്യവും അങ്ങനെ കിട്ടത്തില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡ്രസ്സൊക്കെ ഒരു 0 to 3 months ആണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ആക്ച്വലി എൻ്റെ പിള്ളേർക്കും ഈ ഡ്രസ്സുകൾ തന്നെയാണ് വാങ്ങിച്ചിരുന്നത്. അപ്പം ഗബ്രൂന് ഞാൻ വാങ്ങിച്ച സമയത്ത് നമ്മളുടെ കുട്ടികൾക്ക് അവിടെ നിന്ന് വാങ്ങിക്കുന്ന ഡ്രസ്സുകൾ ഒരുമാതിരി കുറേ കാലം യൂസ് ചെയ്യും. കാരണം കുറച്ച് വലിയ സൈസിലായിരുന്നു വരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ വാങ്ങിച്ചത് ഞാൻ ഇവർക്ക് യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഇതൊരു സൈസ് ചെറുതായിട്ട് റൺ ചെയ്യുന്നൊരു ബ്രാൻഡാണ്. അവരുടെ യൂഷ്വലി തന്നെ ഒരു ചെറിയ സൈസാണ്. അപ്പോൾ ഞങ്ങൾ കുറേ അധികം സൈസസ് പോയിട്ടുണ്ടായിരുന്നു ഇൻ 4 months. പക്ഷേ അവർ പ്രീമിയം ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ അപ് ടു 5 pounds എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചെറിയ ക്ലോത്ത്സ് മുതലാണ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ ന്യൂ ബോൺ അല്ല, അപ് ടു 3 months എന്നുള്ള രീതിയിലാണ് ഈ ഡ്രസ്സൊക്കെ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. പക്ഷേ എങ്കിലും അറിയില്ല, കാരണം ഇത് നമ്മുടെ കുട്ടികളുടെ വലിപ്പം അങ്ങനെ എല്ലാ കുട്ടികളും പല സൈസാണ്. അപ്പോൾ ഇതൊരു ചെറിയ ദിസ് ബ്രാൻഡ് ജനറലി റൺ സ്മോൾ സൈസ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് വാങ്ങിച്ചെല്ലാം കഴിഞ്ഞിട്ടാണ്.
ഒരു വലിയ സ്കാം ആണെന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം നമ്മൾ ഒരുപാട് സൈസസ് കയറി പോകും. എനിവേ, അപ്പോൾ അതൊക്കെയാണ് ഞാൻ പറയാനുള്ളത്. ഇനിയിപ്പം ഞാൻ എന്തായാലും ഒരു ഭരണി കണ്ടുപിടിച്ച് ഇത് നമുക്ക് കുലുക്കി 2 പേരെ ചൂസ് ചെയ്യാം. അതിനുശേഷം ഞാൻ ഉടനെ തന്നെ ഞാൻ ആരാന്ന് പറയാം. അപ്പോൾ ഞാൻ എനിക്ക് നിങ്ങളുടെ അഡ്രസ്സ് പബ്ലിക്കായിട്ടൊരു ഡൊമൈനിൽ ഇടുന്നതിനോട് താല്പര്യമില്ല. നമ്മുടെ പേഴ്സണൽ ഡേറ്റ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആർക്കാണോ കിട്ടുന്നത് അവരുടെ കമൻറ്റിൻ്റെ താഴെ ഞാൻ മെസ്സേജ് അയക്കാം, എൻ്റെ ഇമെയിൽ ID. അപ്പോൾ നിങ്ങൾ എൻ്റെ ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ നിങ്ങളുടെ പോസ്റ്റൽ അഡ്രസ്സ് എനിക്ക് തരിക, വീടിൻ്റെ അഡ്രസ്സ്. അപ്പോൾ ഞാൻ അതിലേക്ക് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പോയി ഭരണി കണ്ടുപിടിച്ച് വന്നിട്ട് നമുക്കിതങ്ങ് ചെയ്യാം. സോറി ഗൈസ്, എനിക്ക് ഭരണി കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് സ്മാർട്ടായിട്ട് ചിന്തിക്കാമെന്ന്. നമുക്ക് ഒരുപാട് ആളുകളൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി സോഫ്റ്റ്വെയർ ഒന്നും വെച്ച് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്. ഒരു ഹാൻഡ്ഫുൾ ഓഫ് ആളുകളാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അവരുടെ പേരുകളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു പൗച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇടാം. എന്നിട്ട് നമുക്കൊന്ന് ഷഫിൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 2 പേരെ ചൂസ് ചെയ്യാം. ഭരണി ഒന്നും കിട്ടിയില്ല. ഞാൻ നോക്കിയപ്പോഴത്തേക്കും അപ്പോൾ നമുക്ക് ഒരെണ്ണം ഞാൻ ആദ്യത്തെ ആളെ ചൂസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാരാന്ന് നോക്കാം. എനിക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന പേര് ഇതാണ്, കാണാവൂ, ശ്രീലക്ഷ്മി. ഇനി നമുക്ക് അടുത്ത ആളെ ചൂസ് ചെയ്യാം. കിട്ടിയിട്ടുണ്ട്. ഇതാണ് എനിക്ക് കിട്ടിയിരുന്നത്, തസ്നിക് T3569 അതാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ 2 പേരെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വിന്നേഴ്സ്. അപ്പോൾ ഇവർക്ക് ഞാൻ കമൻറ്റ് ചെയ്യാം, കമൻറ്റിൻ്റെ അടിയിൽ വരാം. അപ്പോൾ ഞാൻ എൻ്റെ ഇമെയിൽ ID അതിൽ തരാം. നിങ്ങൾ എൻ്റെ ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ ഹോം അഡ്രസ്സ് എനിക്ക് അയച്ചു തരിക. അപ്പോൾ ഞാൻ അതിലേക്ക് ഇതിൻ്റെ വിന്നിങ് ആയിട്ടുള്ള നമ്മളുടെ സാധനങ്ങൾ പാക്ക് ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിനു വേണ്ടി മാത്രമാണ് ഇന്ന് വീഡിയോ എടുത്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഇതിലിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 പേരെ കിട്ടിയിട്ടുണ്ട്. ഇവർ 2 പേരാണ് നമ്മുടെ വിന്നേഴ്സ്. ബാക്കിയുള്ളവർക്കും കൂടെ തരണം എന്നൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് 2 കിറ്റേ ഉള്ളൂ. പിന്നെ എല്ലാവർക്കും വാങ്ങിച്ച് തരാനായിട്ടുള്ളൊരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഔട്ട് ഓഫ് ദ പോക്കറ്റ് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും വിന്നേഴ്സിന് കൺഗ്രാജുലേഷൻസ്. ബാക്കി എല്ലാവർക്കും നെക്സ്റ്റ് ടൈം ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എല്ലാവരും പറയുന്നത് പോലെ. അപ്പോൾ നമുക്ക് ഇത് 2 പേരാണ്. ഞാനിത് ലോട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവരുടെ പേരുകളൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.